കണ്ണുകളെ വിശ്വസിക്കാൻ പാടില്ല ബാബുജി. ചിലപ്പോ കണ്ണുകളും ചതിച്ചേക്കും. വഴി കാണിക്കുന്നത് എപ്പോഴും മനസ്സായിരിക്കും. മനസ്സിലുള്ളത് പറഞ്ഞാൽ വാക്കുകൾ നഷ്ടപ്പെട്ടു പോവുകയല്ല, നഷ്ടപ്പെട്ടവരെ നമുക്ക് തിരിച്ചു കിട്ടുക ചെയ്യുന്നത്. എനിക്ക് ഇതെന്താ സംഭവിക്കുന്നേ? ഇതെന്താ ഈ ചെയ്യുന്നത്? എന്റെ മനസ്സിൽ എന്തിനാ സ്നേഹത്തിന്റെ വിളക്ക് കൊളുത്തുന്നത്? എന്നെ വെറുതെ വിട്ടേക്ക്. നിങ്ങളുടെ സ്നേഹത്തിന് ഞാൻ അർഹയല്ല. രൂപ, നീ എന്നെ ഒരന്യനായി കാണരുത്. നീ എന്റെ പ്രേമത്തിന് അർഹയല്ല, എന്റെ പ്രേമത്തിന്റെ അവകാശിയാണ്. വരൂ, എന്നെ പ്രണയിക്കൂ, എന്നെ പ്രണയിക്കൂ രൂപ, എന്നെ പ്രണയിക്കൂ. ബാബുജി, ഇത് എപ്പോ എത്തി? യു നോ വാട്ട് ബേബി, എനിക്ക് നിന്നെ ബിഗ് സ്ക്രീനിൽ കാണുന്നുണ്ട്. ബാബുജി, ബാബുജിയുടെ സ്നേഹം കാരണമല്ലേ എനിക്ക് എന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നേ. ഇടയ്ക്കൊക്കെ കുറച്ച് സ്നേഹം ഇങ്ങോട്ടും കിട്ടുമോ? ബാബുജി, ഇതെല്ലാം നിങ്ങൾക്കുള്ളതല്ലേ, അപ്പോ ചോദിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് വേണ്ട അത്രയും നീ തരുവോ? എങ്കിൽ പിന്നെ വാ. എടാ, ഇപ്പൊ ഒരു 10-40 ഓഡിഷൻ കഴിഞ്ഞു. പക്ഷേ നാളെ ഒരു ഇമ്പോർട്ടന്റ് ഓഡിഷൻ ഉണ്ട്. അത് ലീഡ് ക്യാരക്ടറിന് വേണ്ടിയുള്ളതാ. ലീഡ് ക്യാരക്ടർ? കൺഗ്രാറ്റ്സ്. നീ നോക്കിക്കോ, നാളത്തെ ഓഡിഷനിൽ ഞാൻ പ്രൂവ് ചെയ്യും ഐ ആം ദ ബെസ്റ്റ്. പക്ഷേ ഓഡീഷൻ നാളെയല്ലേ? എങ്കിൽ പിന്നെ ഇന്ന് നിനക്ക് റൊമാൻസ് എങ്ങനെയാ ചെയ്യേണ്ടെന്ന് ഞാൻ പഠിപ്പിച്ചുതരാം. അത് ശരി. അപ്പോ അതെങ്ങനെയാ ബാബുജി? വേണ്ട ബാബുജി. വേണം രൂപ. വേണ്ട ബാബുജി. വേണം രൂപ. So you ready? Ready, sir. Action. ബാബുജി, ഇത്ര കാലം കഴിഞ്ഞിട്ടാണോ എന്നെ പറ്റി ഓർത്തത്? എന്റെ ജീവിതകാലം മുഴുവൻ നിങ്ങളെപ്പറ്റി ഓർത്ത ഞാനാ മണ്ടി. എന്റെ ഹൃദയം നിങ്ങളുടെ സ്നേഹത്തിനു വേണ്ടി കൊതിക്കുകയായിരുന്നു. ഇനിയെങ്കിലും നിങ്ങൾ എന്നെ സ്വീകരിക്കുവോ? ഒന്ന് പറയ, ഇനിയെങ്കിലും നിങ്ങൾ എന്നെ സ്വീകരിക്കുവോ? സർ, മഹേഷ് സർ. പെർഫെക്റ്റ്, എക്സലന്റ്, വളരെ നന്നായിരുന്നു. താങ്ക് യു സർ. അതെ, ഈ റോള് നിനക്ക് തന്നെ ഉള്ളതാ. ഈ റോള് നിന്നെക്കാൾ നന്നായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫൈനലി എന്റെ ഫിലിമിന്റെ ഹീറോയിൻ നീ തന്നെയാ. കൺഗ്രാറ്റുലേഷൻസ്. നീ നോക്കിക്കോ, ഈ ഇൻഡസ്ട്രിയിൽ നിന്നെ ഞാൻ നമ്പർ 1 ആക്കും. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. ഗുഡ്. ഓക്കെ സർ. ബൈ ബൈ. ബൈ. സീ സൂൺ. എന്റെ പ്രിയപ്പെട്ട ഉറവിക്ക് ആദ്യത്തെ സിനിമ കിട്ടിയതിന് ഒരുപാട് ആശംസകൾ. താങ്ക് യു. ഇനി നോക്കിക്കോ, ഞാൻ ഇവിടുത്തെ നമ്പർ 1 ഹീറോയിനാവും. അതിനുവേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെടും. പിന്നെ ഞാൻ എപ്പോഴത്തെയും പോലെ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും.
ശല്യപ്പെടുത്തുകയല്ലോ. അല്ല സർ. ഋഷി മാഡം, നാളെ ഒരു ലുക്ക് ടെസ്റ്റ് ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അയച്ചു തരാം. ഓക്കെ സർ. എന്തുപറ്റി സർ? കാണാൻ സുന്ദരിയായിട്ടില്ലേ? ശരിക്കും ഇന്ദ്രലോകത്തിലെ അപ്സരസ് ഉർവശിയെ പോലെ തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് ഭാഗ്യമുണ്ട്, ഇതുപോലൊരു സൗന്ദര്യത്തെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയല്ലോ. സാറിനെ കുറച്ച് കൂടുതൽ പ്രശംസിക്കുന്നുണ്ടോന്നൊരു. കൊള്ളാം, ഞങ്ങളുടെ ഹീറോയിൻ അല്ലേ, അപ്പോൾ ഞാൻ പ്രശംസിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആര് പ്രശംസിക്കാനാ? തനിക്കൊരു കാര്യം അറിയാവോ? ഐശ്വര്യ ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്തതും ഇത് ഇയാൾ തന്നെയാണ്. ഇപ്പൊ അതേ തന്നെയും. ചേട്ടാ, പെട്ടെന്ന് റെഡിയാക്കിക്കോ. മാം, മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഡൺ. താങ്ക് യു. വെൽക്കം മാം. ഉർവശി, ഇതാണ് ആദിത്യ, നമ്മുടെ ഫിലിമിന്റെ ഹീറോ. ആദിത്യ, ഇത് ഉർവശി, ഹീറോയിൻ. ഹായ്. ഡയറക്ടർ എന്നോട് പറഞ്ഞതിനേക്കാളും ഒരുപാട് സുന്ദരിയാണ് നിങ്ങൾ. യു ആർ റിയലി ബ്യൂട്ടിഫുൾ. എൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? നിങ്ങൾ രണ്ടുപേരും എൻ്റെ അടുത്ത് വല്ല പ്രാങ്ക് ചെയ്യുകയാണോ? എന്റെ ജീവിതത്തിൽ ആരും എന്നോട് ഇത്രയധികം ഇങ്ങനെ പ്രശംസിച്ചിട്ടേ ഇല്ല. അപ്പൊ തന്നെ നല്ല കാലം തുടങ്ങിയെന്ന അർത്ഥം. അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. നമുക്ക് ഷൂട്ട് തുടങ്ങിയാലോ? വെരി ഗുഡ്. ഡോ, മര്യാദയ്ക്ക് ഫോക്കസ് ചെയ്യ്. യെസ് സർ. ആ ഋഷി, ഞാൻ പറഞ്ഞുതരാം. ആ കയ്യൊന്ന് തന്നെ. യെസ്, അങ്ങനെ തന്നെ. ആ ഗുഡ് ഗുഡ് ഗുഡ്. ആ ഓക്കെ സർ. ഒരു പോസ് കൂടെ പറഞ്ഞുതരാം. അല്പം ഒന്ന് കുനിഞ്ഞേ. ആ യെസ്. ഇനി ഒരു കാര്യം ചെയ്യാം, കപ്പിൾ ഷൂട്ട് ചെയ്യാം. ആദിത്യ, യെസ് സർ. പോസ്റ്റർ പറഞ്ഞു കൊടുക്കണേ. ആ സർ, അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ഇതായിരിക്കും പടത്തിന്റെ പോസ്റ്റർ. ആ ഇത് സൂപ്പർ ആയിട്ടുണ്ട്. ഏയ് കട്ടിട്ട് കട്ടിട്ട്. ഏയ് മതി മതി, നിർത്ത്, മതി. താമ്പോ, ഞാൻ വന്നേക്കാം. ഓക്കെ. ഉർവശി, ബി കംഫർട്ടബിൾ. ഇതൊക്കെ സാധാരണമല്ലേ, തനിക്ക് മനസ്സിലാവുന്നുണ്ടോ? യെസ് സർ. ഹലോ, എന്താണ് ഹീറോയിൻ, എന്തൊക്കെയുണ്ട്? ആ സർ, നല്ല വിശേഷം. സാർ പറഞ്ഞോ. എടോ, നാളെ തന്റെ എഗ്രിമെന്റ് ആണ്. ID പ്രൂഫും കൊണ്ടുവരണേ. ശരി സർ. സീ യു ടുമാറോ. ഓക്കെ സർ. ഫൈനലി നാളെ എന്റെ എഗ്രിമെന്റ് അടക്കാൻ പോവാ. ഞാൻ ഒഫീഷ്യൽ ഒരു ഹീറോയിൻ ആവാൻ പോവാ. എന്താ എന്താ പറ്റിയത്? ബേബി, നാളെ എന്റെ ഫൈനൽ എഗ്രിമെന്റ് അടക്കാൻ പോവാ. ആണോ? കൺഗ്രാറ്റുലേഷൻസ്. നിന്റെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. ഈ സപ്പോർട്ട് നിനക്ക് ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. ഉർവശി, തനിക്കൊരു കാര്യം അറിയാവോ? ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ 500-ൽ കൂടുതൽ ആൾക്കാരെ ഓഡിഷൻ ചെയ്തിട്ടുണ്ട്. തന്നെ അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തത്. ഞാൻ ഈ ക്യാരക്ടറിനെ എങ്ങനെയാണോ ഇമാജിൻ ചെയ്തത്, താൻ അതുപോലെ തന്നെ. അതേ ചുണ്ട്, അതേ മത്ത് പിടിപ്പിക്കുന്ന കണ്ണുകള്, അതേ ചിരി. ഒരു പെണ്ണിനെ ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തായിരുന്നു, പക്ഷെ അവിടെ കർവ് അത്രയ്ക്ക് പോരായിരുന്നു. പക്ഷെ നിന്റെ ഈ കർവ് ഉണ്ടല്ലോ, വളരെ നന്നായിട്ടുണ്ട്. ശരിക്കും അടിപൊളിയായിട്ടുണ്ട്.
ഈ ഇൻഡസ്ട്രിയിൽ ബോണ്ടിങ് ഉണ്ടാക്കുക എന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഹീറോയിനും ഡയറക്ടറും തമ്മിൽ നല്ല ആഴത്തിലുള്ളൊരു ബോണ്ട്. കൈ തന്നെ അത് ആരും ഇൻഡസ്ട്രിയിൽ ഒന്നും ആകാൻ പോകുന്നില്ല. നീ എന്താ വിചാരിച്ചേ? രാജശ്രീ ആൾക്കാരുടെ മനസ്സിലെ കടം പിടിച്ചത് വളരെ എളുപ്പത്തിലാണെന്ന്. അതിനൊക്കെ അവള് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സർ, ഞാനും കഷ്ടപ്പെടാൻ റെഡിയാണ് സർ. എനിക്കും ആളുകളുടെ മനസ്സിലൊരു സ്ഥാനം നേടണം. ഗുഡ്, വെരി ഗുഡ്. സർ, സാർ ഉദ്ദേശിക്കുന്ന എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ റോള് നിനക്കുള്ളതാ. അതിന് നീ കുറച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തേ പറ്റൂ. പിന്നെ നിന്റെ സക്സസിന്റെ ഇടയ്ക്കുള്ളത് ഈ ഒരു അഗ്രിമെന്റാ. ഇതിൽ നിന്റെ സൈന് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഞാനായിരിക്കും. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിനക്ക് തന്നെ അറിയാലോ, എനിക്ക് ആക്ട്രസിന് കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അല്ല, ഇതിലിപ്പോൾ ആലോചിക്കാൻ മാത്രം എന്താ ഉള്ളത്? എല്ലാ ആക്ട്രസും ഡയറക്ടറുമായിട്ട് ഒരു ബോണ്ടൊക്കെ ഉണ്ടാക്കും, ഒരു റിലേഷനൊക്കെ ഉണ്ടാവും. അവർക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയല്ലേ നല്ല സിനിമയിലൊക്കെ ചാൻസ് കിട്ടുന്നേ, അങ്ങനെയല്ലേ വലിയ സ്റ്റാർ ആകുന്നേ. അല്ലെങ്കിൽ മാർക്കറ്റിൽ ആളെ കിട്ടാനാണോ പാട്? യുനോ. വെരി ഗുഡ്. നീ മിടുക്കിയാണ്. ഇത് വെറും ഒരു കോംപ്രമൈസ് അല്ല, നീ ഒരു സ്റ്റാർ ആകുമെന്നുള്ളൊരു പ്രോമിസാണ്. നോക്കിക്കോ, ഇനി ഈ ഇൻഡസ്ട്രി ഭരിക്കാൻ പോകുന്നത് നീയാണ്. അനുഷ്കയും ആലിയയും അങ്ങനെയുള്ള എല്ലാ ഹീറോയിൻസും ഇനി വീട്ടിൽ ഇരിക്കേണ്ടി വരും. എന്തു പറ്റി ബേബി? നീ ഓക്കെ അല്ലേ? എന്തേ? അത് പിന്നെ നീ ഇപ്പോ ഒറ്റയ്ക്ക് കുടിക്കുന്നതൊക്കെ? അത് എനിക്കങ്ങനെ തോന്നി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് പറ. ഏ, ഒന്നുമില്ല. ഓൾ ഇസ് വെൽ. ഇങ്ങോട്ട് നോക്കിയേ. നിന്റെ മനസ്സിലിപ്പോൾ എന്താണ് ഉള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം നീ അറിയണം. ഞാൻ ഇന്നലെ നിന്റെ കൂടെ ഉണ്ടായിരുന്നു, ഇന്ന് നിന്റെ കൂടെയുണ്ട്, നാളെ നിന്റെ കൂടെ കാണുകയും ചെയ്യും. ഇനി എന്ത് സംഭവിച്ചാലും ശരി, നീ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. എനിക്കറിയില്ലടാ, ഞാനിതിനൊക്കെ ഡിസേർവിങ് ആണോന്ന് എനിക്കിടയ്ക്കൊക്കെ തോന്നാറുണ്ട്. ശരിയാണ്, ഞാൻ കുടിക്കാറുണ്ട്. എന്നെ ഒരു കുടിയനാക്കി മാറ്റിയത് ഈ സമൂഹമാണ്. ഇവിടെ ആരും സ്നേഹം സ്വീകരിക്കാറുമില്ല, ആരും കൊടുക്കാറുമില്ല. ചെറുപ്പം മുതലേ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഓങ്കാർ. അത് നിനക്ക് കാണാൻ പറ്റിയില്ലേ? ആ സ്നേഹം നീ എന്നെ അറിയിച്ചില്ലല്ലോ. അതെന്താ? ഞാനത് നിന്നോട് പറഞ്ഞില്ലെങ്കിൽ നിനക്കത് മനസ്സിലാവില്ലേ? ഭ്രാന്ത് പിടിച്ചതുപോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എന്നിട്ട് നിനക്കത് മനസ്സിലായില്ലേ? എന്റെ സ്നേഹം നീ അറിഞ്ഞില്ലേ? നന്നായിരുന്നു, സൂപ്പർ ആയിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. വാവ് ആദിത്യ, വാവ്, എക്സലന്റ് എക്സലന്റ്, ഗുഡ്. ഉർവശി, ആക്ഷൻ.
യെസ്. ഉർവി, നീ രാവിലെ തന്നെ കുടിച്ചോണ്ടാണോ വന്നേക്കുന്നേ? ചോദിച്ചതിന് ഉത്തരം പറ. ഇന്നലെ രാത്രി മുതൽ ഞാൻ എത്ര തവണ വിളിച്ചു, എന്താ എടുക്കാഞ്ഞത്? വർക്കിലായിരുന്നു. ഒരൊറ്റ കോള് പോലും എടുക്കാൻ പറ്റാത്ത എന്തൊരു വർക്കായിരുന്നു അത്. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാ മതി. ബോയ് ഫ്രണ്ട് അല്ലേ, ബോയ് ഫ്രണ്ട് ആയാ മതി. എന്റെ തന്തയാവാൻ നോക്കണ്ട, മനസ്സിലായോ? നീ എന്തൊക്കെ ഈ പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ ഉർവി? എന്റെ പൊന്നോ, നിന്നേക്കാൾ ഭേദം എന്റെ ഡയറക്ടറും ഹീറോയുമാ. അറ്റ്ലീസ്റ്റ് അവർക്ക് എന്നോട് ഇഷ്ടമെങ്കിലും ഉണ്ട്. ഒരു കാര്യം പറയട്ടെ, നീ ഈ മൂവി സൈൻ ചെയ്തപ്പോ മുതല് നിന്റെ സ്വഭാവം മൊത്തം മാറിപ്പോയി. മാറിയ തന്നെ ഇപ്പൊ എന്താ? ഞാനൊരു സ്റ്റാർ ആവാൻ പോവല്ലേ? എങ്ങനെയായാലും ഞാനൊരു സ്റ്റാർ ആവും. ഇനിയിപ്പോ അതിന് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും, അതിന് കോംപ്രമൈസ് ആണെങ്കിലും ശരി. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ആ, ഞാൻ കോംപ്രമൈസ് ചെയ്തു. ഇൻഡസ്ട്രിയിൽ ഒന്ന് കേറി പറ്റാൻ നടന്ന് എനിക്ക് മതിയായി. ഓഡിഷൻ കൊടുത്ത് മതിയായി. ഇനിയിപ്പോ കോംപ്രമൈസ് ചെയ്താൽ തന്നെ അതിൽ എന്താ തെറ്റുള്ളേ? ഇല്ല, നീ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. തെറ്റ് ചെയ്തത് ഞാനല്ലേ, നിന്നെ സ്നേഹിച്ചു എന്നുള്ള തെറ്റ്. ഞാനാ തെറ്റ് ചെയ്തത്, നിന്നെ ഈ വീട്ടിൽ നിർത്തി എന്നുള്ള തെറ്റ്. ബട്ട് യു നോ വാട്ട്, നിന്റെ ഈ മുഖം ഉണ്ടല്ലോ, ഈ വീട്ടിൽ ഇനി കണ്ടുപോയേക്കരുത്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ, ഗെറ്റ് ഔട്ട്. താങ്ക് യു. ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. അല്ല ഉർവശിയോ, ഇതെന്താ ബാഗൊക്കെ ആയിട്ട്? ഞാൻ എന്റെ വീട് വിട്ടു വന്നേക്കോ. എനിക്ക് എന്റെ വീടോ കരിയറോ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഞാൻ എന്റെ കരിയർ ചൂസ് ചെയ്തു. അതെന്തായാലും നന്നായി. ഇനി നിന്റെ കരിയർ സെറ്റ് ആയിരിക്കും. നീ നമ്മുടെ പടത്തിന്റെ ഹീറോയിൻ അല്ലേ, നിനക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. നീ ഒരു കാര്യം ചെയ്യും, ആ സൈഡിലെ റൂമിൽ താമസിച്ചോ. ഉം. നിന്റെ ഈ മുഖം ഉണ്ടല്ലോ, ഈ വീട്ടിൽ ഇനി കണ്ടുപോയേക്കരുത്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ, ഗെറ്റ് ഔട്ട്. സ്വപ്നം കാണുന്നതാണോ തെറ്റ്, അതോ ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുക്കുന്നതോ? അല്ല ഉർവശിയോ? അത് എനിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ കരുതി ക്ലൈമാക്സിന്റെ റിഹേഴ്സൽ ചെയ്താലോ എന്ന്. ഓക്കെ, വാ അകത്തേക്കോ. നീ സ്റ്റാർ ആവുമെന്ന് എനിക്ക് ഉറപ്പായി. സാറിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാനായിരിക്കും. സാറ് സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടില്ലേ ഈ സീനിലെ കൈകൾ രണ്ടും കെട്ടിവെക്കണോന്ന്? ഇനി സാറിന്റെ കാലും കെട്ടിവെക്കാം. ഡയലോഗ് എന്താ? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം.
എന്താ സാറേ നമ്മുടെ ഹീറോയിൻ എങ്ങനെയുണ്ട്? മോനെ ആദിത്യ, ഉം. എന്തോരം പെണ്ണുങ്ങളെ ഞാൻ ഹീറോയിൻ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഉർവശിയുടെ അടുത്ത് വേറെ എന്തോ ഒരു സംഭവമുണ്ട്. അല്ലെങ്കിൽ നമ്മളെ രണ്ടുപേരും ഒരുമിച്ച് അങ്ങനെ വേറെ ആർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. എടാ നീ ശരിക്കുള്ള ഡയറക്ടറാണെന്ന് അവള് വിചാരിച്ചു. പക്ഷെ അവള് ഇതൊക്കെ ഫേക്കാണെന്ന് അറിഞ്ഞാലുണ്ടല്ലോ, ഇത് നാടകമാണ്, വേറെ ഒന്നുമില്ല, സിനിമയൊന്നുമില്ല എന്നൊക്കെ. ഇതൊക്കെ അറിഞ്ഞ അവക്ക് ചിലപ്പോൾ ഭ്രാന്തായി പോകും. എടാ നീ ഡയറക്ടറും അല്ല, ഞാൻ ഹീറോ കം പ്രൊഡ്യൂസറും അല്ല. അവളെ ആവശ്യത്തിന് യൂസ് ചെയ്യാ, എന്നിട്ട് മറന്നു കളയാ. അതല്ലേ ക്ലൈമാക്സ്. ഹലോ പോലീസ്, ഇവിടെ 2 കൊലപാതകം നടന്നു. നീ ഇതെങ്ങോട്ടാ പോയത്? അത് പ്രോപ്പർട്ടി മറന്നുപോയി. എന്നാ പിന്നെ കണ്ടിന്യൂ ചെയ്താലോ? ആ, നീ എന്താ കാണിക്കുന്നേ? എന്താ കാണിക്കുന്നേ? നീയൊക്കെ എന്റെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കിയില്ലേ, അതുപോലെ ഇനി നിങ്ങളും.